ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു LPP മോഡൽ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ പ്രോഗ്രാമിംഗിൽ എങ്ങനെയാണ് ഗ്രാഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാഫിക്കലി എങ്ങനെയാണ് LPP പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. LPP എന്ന് പറയുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കാണുക. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഗ്രാഫിക് മെത്തേഡ് ഫോർ LPP മോഡൽ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനെ കുറിച്ച് പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം. പ്രൊസീജിയേഴ്സ് നമ്മൾ തിയററ്റിക്കലി പറയുന്നതിന് പരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പാർട്ടാണ്. അതായത് ഫോർമുലേറ്റീവ് LP മോഡൽ എന്നുള്ളതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഫോർമുലേറ്റ് ദി ഗിവൺ പ്രോബ്ലം ഇൻടു LP മോഡൽ. Maximize z is equal to 400x1 plus 600x2. ഇതായിരുന്നു തന്നത്. Subject to 3x1 plus 4x2 less than or equal to 48, 2x1 plus 5x2 less than or equal to 40, 4x1 plus 6x2 greater than or equal to 24, x1 greater than or equal to 0, x2 greater than or equal to 0. ഓക്കെ, ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ആണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒരു ഗ്രാഫിക് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് LP മോഡൽ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ LP മോഡൽ ക്വസ്റ്റനിൽ ഇവിടെ എന്തായിട്ടുണ്ട്, ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് LP മോഡൽ എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേണം, കൺസ്ട്രെയിൻസ് വേണം, നോൺ നെഗറ്റീവ് വേരിയബിൾ വേണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എന്തായി, അതൊരു LP മോഡലായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം LP മോഡൽ കൺസ്ട്രക്ട് ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് റീപ്ലേസ് ദി ഇനീക്വാലിറ്റീസ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക, ഇനീക്വാലിറ്റീസ് വരുന്നത് എങ്ങനെയാണ്, ഗ്രേറ്റർ ദേനും ലെസ് ദേനും രണ്ടും വരുന്ന സമയത്താണ്. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദേനും ലെസ് ദേനും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് വരുന്നത്, ലെസ് ദേൻ, ഇവിടെയും ലെസ് ദേൻ ആണ്, ഇവിടെ ഗ്രേറ്റർ ദേൻ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇക്വാലിറ്റിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഈക്വൽ ടു എന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസിനെ എങ്ങനെ മാറ്റിയതാം, 3x1 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 48. ഇനി അതേപോലെ രണ്ടാമത്തെ എങ്ങനെ വരും, 2x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 40. ദെൻ മൂന്നാമത്തെ എങ്ങനെ വരും, 4x1 പ്ലസ് 6x2 ഈസ് ഈക്വൽ ടു 24. അപ്പൊ ഇത് ഈക്വൽ ടു ആയി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ഇനീക്വാളിറ്റീസിനെ ഇക്വാലിറ്റീസിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഈക്വൽ ടു എന്ന് കൊടുത്തുകൊണ്ട് എല്ലാം ഒരേപോലെ ആക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് അൺനോൺ ആണ്. അൺനോൺ വാല്യൂസിനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഓരോ കൺസ്ട്രെയിൻസ് എടുക്കുന്നു. ഒന്നാമത്തെ കൺസ്ട്രെയിൻ എന്തായിരുന്നു, 3x1 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 48 എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ അൺനോൺ വാല്യൂസിനെ കണ്ടെത്താൻ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ x1 ആദ്യം 0 കൊടുക്കുക, എന്നിട്ട് x2 കണ്ടെത്തുക, x2 0 കൊടുക്കുക, എന്നിട്ട് x1 കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ x1 0 കൊടുത്തു കഴിഞ്ഞാൽ x2 എങ്ങനെ വരും, x2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. അതായത് 3x1 എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും, 4x2 ഈസ് ഈക്വൽ ടു 48 എന്ന് പറഞ്ഞാൽ 48 ഡിവൈഡ് ബൈ 4 കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും, നമുക്ക് 12 എന്ന് കിട്ടും. ഇനി x2 എന്നതിന് നമ്മൾ 0 കൊടുക്കുന്നതാണെങ്കിൽ, ഇവിടെ എങ്ങനെ വരും, 3x1 ഈസ് ഈക്വൽ ടു 48. ഇത് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ആദ്യത്തെ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഓരോ അൺനോണിനും 0 കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ x1 0 കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എങ്ങനെ വരും, 3 into 0 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 48 എന്ന് വരും. അപ്പൊ ഇത് 0 ആയി പോകും. ഇനി 4x2 എന്ന് പറയുന്നത് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ x2 ഈസ് ഈക്വൽ ടു 48. ഇത് സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും, ഡിവൈഡ് ബൈ ആകും. 48 ഡിവൈഡ് ബൈ 4 എന്നാകും, ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അതാണ് ഇവിടെ 12 എന്ന് നമ്മൾ കാണിച്ചത്. ഓക്കെ, ഇതേപോലെ x2 എന്നതിന് നമ്മൾ 0 അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ വരും, 3x1 പ്ലസ് 4 into 0 ഈസ് ഈക്വൽ ടു 48 എന്നാകും. അതായത് 4 into 0 0 ആകും. 3x1 ഈസ് ഈക്വൽ ടു 48 എന്നാകും. x1 ഈസ് ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് 16 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ
x2 12 എന്ന് കിട്ടും. ഇനി അതേപോലെ x1 എന്ത് കിട്ടും? x1 48 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. അപ്പൊ ഇതേ രീതിയിലാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് മൊത്തം പറയുമ്പോൾ കുറെ ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഇത് ജസ്റ്റ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇതേ രീതിയിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഒരു അൺനോണിൽ നമ്മൾ 0 കൊടുക്കും, എന്നിട്ട് മറ്റൊരു അൺനോൺ കണ്ടെത്തും. അതേപോലെ നേരെ തിരിച്ചും ചെയ്യും. ഇനി ഇതേപോലെ രണ്ടാമത്തത് എടുക്കുക. രണ്ടാമത്തെ കൺസ്ട്രെയിൻസിൽ 2x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 40 എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നു x1ന് 0 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് x2 എന്നതിന്റെ വാല്യൂ കിട്ടും. എത്രയാണ്? 40 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഇതേപോലെ x1ന്റെ വാല്യൂ കണ്ടെത്തുന്നു. അതായത് x2 എന്നതിന് 0 കൊടുത്തിട്ട് x1ന്റെ വാല്യൂ കണ്ടെത്തുന്നു. എങ്ങനെ വരും? 40 ഡിവൈഡ് ബൈ 2 20 എന്ന് കിട്ടും. ഓക്കെ, 40 ഡിവൈഡ് ബൈ 2 20 എന്ന് കിട്ടും. ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? 4x1 പ്ലസ് 6x2 ഈസ് ഈക്വൽ ടു 24 ആണ്. ഇവിടെ നമ്മൾ x1 അതിന് 0 കൊടുത്താൽ അത് പോയി. ദെൻ നെക്സ്റ്റ് 6x2 ഈസ് ഈക്വൽ ടു 24 എന്ന് വരും. അതായത് x2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 24 ഡിവൈഡ് ബൈ 6 എന്ന് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇനി ഇതേപോലെ x1 കണ്ടെത്തുന്നു. x2 എന്നതിന് 0 കൊടുക്കുന്നു. അപ്പൊ ഇവിടെ 0 ആയി പോകുന്നു. 4x1 ഈസ് ഈക്വൽ ടു 24 എന്ന് പറഞ്ഞാൽ അതായത് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 6 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇത് സ്റ്റെപ്പ് വൈസ് ഈ ക്വസ്റ്റ്യനിൽ മാത്രം പറയുന്നതാണ്. നിങ്ങൾ സ്റ്റെപ്പ് വൈസ് ഓരോന്ന് സ്റ്റെപ്പ് കാണിക്കണമെന്നില്ല, ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് അടുത്ത നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് കൺസ്ട്രക്ട് എ ഗ്രാഫ് ആൻഡ് ഡ്രോ എ കൺസ്ട്രെയിന്റ് ലൈൻ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിനെ അതിന്റെ വാല്യൂസ് x1ഉം x2 നമ്മൾ കണ്ടെത്തി തൊട്ട് മുമ്പ് ചെയ്തു. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് പകർത്തി എഴുതിയതാണ്. 3x1 4x2 ഈസ് ഈക്വൽ ടു 48 എന്നുള്ളതിൽ x1 കണ്ടത് 16ഉം x2 കണ്ടെത്തിയത് 12ഉം ആണ്. അതേപോലെ മൂന്നിന്റെയും നമ്മൾ കൺസ്ട്രെയിൻസിന്റെ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഗ്രാഫ് വരക്കണം. ഗ്രാഫ് ഇതെന്താണ്? y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ x1 x2 എന്നുള്ള രണ്ട് അൺനോൺ ആണ്, രണ്ട് പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. ഇപ്പൊ x1നെ നമ്മൾ കാണിക്കുന്നത് x ആക്സിസിലും അതേപോലെ x2 എന്നതിനെ നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? y ആക്സിസിലുമാണ്. അപ്പൊ ഇവിടെ ഗ്രാഫിന്റെ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രയാണ് ഇവിടെ മാക്സിമം വരുന്നത് വാല്യൂസ് എന്ന് നോക്കണം. ഇവിടെ മാക്സിമം വരുന്നത് 20 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ x1 കാണിക്കുന്നത് x1 എന്നതിന്റെ മാക്സിമം വരുന്നത് 20 ആണ്. ഏതുവരെ കാണിക്കണം? പോയിന്റ് 20 വരെ കാണിക്കണം. അപ്പൊ ഇവിടെ 2 4 6 8 10 12 14 16 18 20 ഇതേ രീതിയിൽ കാണിച്ചു. ഇനി x2 എന്നതിൽ ഇവിടെ മാക്സിമം വരുന്നത് എത്രയാണ്? 12 ആണ്. അപ്പൊ 2 4 6 8 10 12 ഇത്രയുമാണ് വരുന്നത്. അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഗ്രാഫ് വരക്കാൻ സാധിക്കും. അതായത് ഇവിടെ ലൈന് വരക്കാൻ സാധിക്കും. ജസ്റ്റ് ശ്രദ്ധിക്കുക, x1 എന്നതിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ x1 നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്, x ആക്സിസിലാണ് കാണിക്കുന്നത്. x1 എന്ന് പറയുന്നത് എത്രയാണ്? ഒന്നാമത്തേതിൽ ഇവിടെ 16 ആണ്. അപ്പൊ 16 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി x2 എന്ന് പറയുന്നത് 12 ആണ്. x2 എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് പോയിന്റുകളും എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിക്കുന്നു. അതായത് 16 എന്ന് പറയുന്നതും അതേപോലെ തന്നെ 12 എന്ന് പറയുന്ന പോയിന്റും ജസ്റ്റ് എന്ത് ചെയ്യുന്നു? നിങ്ങൾ രണ്ടും ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കുന്നു. ഇതാണ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതായത് 16 എന്ന് പറയുന്ന പോയിന്റ് ആണ് x1ൽ വരുന്നത്, x2ൽ വരുന്നത് 12 ആണ്. ഇത് രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ലൈന് വരക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തേതിൽ x1 എത്രയാണ്? 20 ആണ്. 20 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇനി അതേപോലെ x2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പൊ 8 എന്ന് പറയുന്നത് പോയിന്റ് ഇതാണ്. അപ്പൊ ഇതിലേക്ക് 20ൽ നമ്മൾ എന്ത് ചെയ്യണം? ലൈന് വരക്കണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ 20ഉം 8ഉം ഇത് രണ്ടും തമ്മിൽ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തിക്കൊണ്ട് അതിനൊരു ലൈന് കൊടുക്കുന്നു, ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇനി അടുത്ത വരുന്നത് എത്രയാണ്? 6ഉം 4ഉം ആണ്. 6 എന്ന് പറയുന്നത് x1ൽ 6 ഇതാണ്. ഇനി x2 എന്നതിൽ 4 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിച്ച് ഒരു ലൈന് വരക്കണം. ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലൈന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ ആദ്യം ചെയ്യേണ്ടത്. കൺസ്ട്രക്ട് ഗ്രാഫ് വരച്ചു, അതേപോലെ എന്ത് കൊടുത്തു? ലൈന് കൺസ്ട്രക്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ വരുന്നത് എന്താണ്? ഡിസൈഡ് ദി വാലിഡ് റീജിയൻ എന്നുള്ളതാണ്. ഡിസൈഡ് ദി വാലിഡ് റീജിയൻ. വാലിഡ് റീജിയൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇവിടെ വാലിഡ് റീജിയൻ കണ്ടെത്തുന്നത് നമ്മൾ ഒന്നാമത്തെ കൺസ്ട്രെയിന്റ് നോക്കുക. 3x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരുന്നു? 48 ആയിരുന്നു.
ഓക്കെ, ഇതാണ് വരുന്നത്. ഇതിന്റെ വരുന്നത് എങ്ങനെയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48 ആണ്. ഇപ്പൊ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അതിന്റെ ലൈൻ ഏതായിരുന്നു നമ്മൾ കാണിച്ചത്? 16ഉം 12 വരുന്ന ലൈൻ ഇതാണ്, 16ഉം 12ഉം. ഇപ്പോ ഇതിന്റെ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? താഴോട്ടേക്ക് വരും. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് ഇതേ രീതിയിൽ കാണിക്കുക. ഓക്കെ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിന്റ് വരുന്നത് 2x1 + 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആണ്. ഓക്കെ, അത് വരുന്നത് ഏതാണ്? അതിന്റെ ലൈന് വരുന്നത് ഇതാണ്. 40 എന്നതിന്റെ ഇതാണ് 20ഉം 8ഉം വരുന്നതാണ്. 20ഉം 8ഉം വരുന്നത് ഇതിന്റെയും എങ്ങനെയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ഇവിടെയും എന്ത് വരും? ഇതേ രീതിയിൽ ഇതിന്റെ റീജിയൻ വരുന്നത് താഴോട്ടാണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മുകളിലോട്ടേക്കാണ് വരിക. ഇത് ലെസ് ദാൻ ആയതുകൊണ്ട് താഴോട്ടേക്കാണ് റീജിയൻ വരുന്നത്. അതേ രീതിയിൽ കാണിക്കുന്നു. ഇനി അടുത്തത് 4x1 + 6x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24 ആണ്. ഗ്രേറ്റർ ദാൻ ആണ്, അതായത് ഇതിന്റെ 6ഉം 4ഉം വരുന്നത് ഗ്രേറ്റർ ദാൻ ആണ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ് വരുന്നത്, ഇതിനേക്കാളും മുകളിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് 6ഉം 4ഉം വരുന്നതാണ്. 6ഉം 4ഉം വരുന്നത് ഇത് നമ്മൾ നേരെ തിരിച്ച് മുകളിലേക്ക് കാണിക്കുന്നു. ഇതിന്റെ റീജിയൻ എങ്ങനെയാണ്? മുകളിലോട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ 5ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്പുകൾ കറക്റ്റ് നിങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഞാൻ 1ാമത്തെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇനി ഐഡന്റിഫൈ ദി ഫീസിബിൾ സൊല്യൂഷൻ റീജിയൻ എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫീസിബിൾ സൊല്യൂഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലെല്ലാത്തിലും കൂടി കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എല്ലാത്തിലും കൂടി കോമൺ ആയിട്ട് വരുന്നത്, ഇതിന് മുകളിലോട്ട് ഇവിടെയും ഇനി ഇതിന് താഴോട്ട് ഇവിടെ വരുന്നില്ല, കാരണം ഇതും കൂടെ ഉള്ളത് കൊണ്ട് ഇതിന് ഉള്ളിലായിട്ട് ഇതിനെല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് വരുന്ന ഏരിയ ഏതാണ്? ഈ ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇതിനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നു. ഈ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് എന്ത് ചെയ്യാം? ജസ്റ്റ് നെയിം കൊടുക്കാം, A B C D E. ഓക്കെ, ഇത്രയും ഏരിയ ആണ് ഇങ്ങനെ വരുന്ന. ഇത്രയും ഏരിയാസ് ആണ് എന്ത്? ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും കൂടി കോമൺ ആയിട്ട് വരുന്ന ഈ റീജിയനെയാണ് നമ്മൾ ഇവിടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 6ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, ഫീസിബിൾ റീജിയൻ കണ്ടെത്തുക എന്നുള്ളത്. നെക്സ്റ്റ് 7th സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവാലുവേറ്റ് ദി പോസിബിൾ ആൾട്ടർനേറ്റീവ് ആണ്. പോസിബിൾ ആൾട്ടർനേറ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഇവിടെ വരുന്ന A എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ നേരത്തെ കാണിച്ച A എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നത് x1ന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. x1 എന്ന് പറയുന്നത് 0 ആണ്. x1 ഇവിടെ 0 ആണ്. ഇനി x2 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഇനി B എന്ന് പറയുന്ന പോയിന്റിലും x1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി x2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇനി C എന്ന് പറയുന്ന പോയിന്റിൽ x1 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അതേപോലെ x2 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് വരുന്നത്. ഇനി അടുത്തത് ഇവിടെ D എന്ന് ABCD ഈ ഒരു പോയിന്റിൽ വരുന്നത് D എന്ന് പറയുന്ന പോയിന്റിൽ x1 എത്രയാണ്? 16 ആണ്. ഇനി x2 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു E എന്ന് പറയുന്ന പോയിന്റിന്റെ വാല്യൂസ് നമ്മൾ കണ്ടെത്താൻ ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ താഴോട്ടേക്ക് ഈ പോയിന്റിനെ മാർക്ക് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു, ഇതേപോലെ ഇങ്ങോട്ടും ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ 11ന് ശേഷമാണ് 10 കഴിഞ്ഞ് പിന്നെ 11ന് ശേഷമാണ് 11.4. അതേപോലെ തന്നെ ഇങ്ങോട്ട് x2 വരുമ്പോൾ എത്ര വരും? 3.4 എന്നുള്ള രൂപത്തിൽ വാല്യൂസ് വരും. ഓക്കെ, അതായത് 3ന് ശേഷമാണ് വരുന്നത് 3.4, ഇവിടെ 11.4 എന്നുള്ള രൂപത്തിൽ വരും. അപ്പൊ E എന്ന് പറയുന്ന പോയിന്റിന്റെ വാല്യൂ ഇത്രയായിട്ട് വരും. അപ്പൊ ഇതിലെ ഓരോ പോയിന്റിലും വാല്യൂസിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇവാലുവേഷൻ ഓഫ് പോസിബിൾ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ രീതിയിൽ ഒരു ടേബിൾ കൊടുക്കുന്നു. അതായത് 1ാമത്തെ കോളത്തിൽ നമ്മൾ പോയിന്റുകളാണ്, അതായത് ABCDE എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് കൊടുത്തത്. പിന്നെ x1 x2, അതായത് x1 ഒന്നാമത്തേതിൽ A എന്ന് പറയുന്ന പോയിന്റിൽ x1 എന്ന് പറയുന്നത് 0 ആണ്. ഇനി B എന്ന് പറയുന്ന പോയിന്റിൽ x1 എത്രയാണ്? 0 ആണ്. C എന്ന് പറയുന്ന പോയിന്റിൽ x1 6 ആണ്. ഇനി D എന്ന് പറയുന്നതിൽ x1ന്റെ എത്രയാണ്? വാല്യൂ 16 ആണ്. E എന്ന് പറയുന്നതിൽ 11.4 ആണ് x1ന്റെ വരുന്നത്. ഇനി ഇതേപോലെ x2യുടെ വാല്യൂ 8, 4, അതേപോലെ 0, 0, then next 3.4 ഇതാണ് കൊടുത്തത്. ഇത് നമ്മൾ മാക്സിമൈസ് z എന്ന് പറയുന്ന ആ ഒരു നേരത്തെ നമ്മൾ പഠിച്ച ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇക്വേഷൻ കൊടുക്കുന്നു. അതായത് z is equal to 400x1 പ്ലസ് എന്തായിരുന്നു? 6
100x2 എന്നുള്ളതായിരുന്നു. 600x2 എന്നുള്ളതായിരുന്നു മാക്സിമൈസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, 400 into x1 0 ആണ്, പ്ലസ് 600 into 8 കണ്ടു കഴിഞ്ഞാൽ 4800 കിട്ടും. ഇനി 400 into 0 പ്ലസ് 600 into 4 2400 കിട്ടും. ഇനി 400 into 6 600 into 0 2400 കിട്ടും. 400 into 16 പ്ലസ് 600 into 0 6400 കിട്ടും. ഇനി 400 into 11.4 പ്ലസ് 600 into 3.4 6600 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് 7th സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ഇവാലുവേഷൻ ഓഫ് പോസിബിൾ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഡിസൈഡ് ഒപ്റ്റിമം പോയിന്റ് എന്നുള്ളതാണ്. അതായത് ഒപ്റ്റിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഒപ്റ്റിമം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നതാണ്. മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതാണ് ഒപ്റ്റിമം പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഒപ്റ്റിമം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അടിയിൽ ജസ്റ്റ് നിങ്ങൾ ഒപ്റ്റിമം പോയിന്റ് ഈസ് ഈക്വൽ ടു എന്ന് കൊടുക്കണം, ഇ എന്ന് കൊടുക്കണം. അതായത് അവിടെ പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്, 6600 എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ വരുന്നത് എന്താണ്, സ്റ്റേറ്റ് ദി കൺക്ലൂഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൺക്ലൂഷനിൽ കൊടുക്കുന്ന സമയത്ത് എന്താണ്, 11.4 യൂണിറ്റ് x1 3.4 യൂണിറ്റ് x2 ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾ കൺക്ലൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കൊടുക്കണം, 11 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 1, ഒന്നാമത്തെ x1 എന്ന് കൊടുത്ത പ്രൊഡക്റ്റ് 1 ആയിരുന്നു. അതേപോലെ 3 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 2 ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് എന്ന് കൊടുക്കുക, ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇത് കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് ഒരു LPP മോഡൽ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി വരുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് വന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക ചെയ്യുന്ന സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ഓരോന്നും കണ്ടെത്തുന്നത് എന്നുള്ളത്. ഓക്കെ.